അച്ഛൻ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും, അച്ഛൻ ചെയ്ത നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഈ ദേവാലയത്തിലും മറ്റ് ദേവാലയങ്ങളിലും ഇടവകളിലും മറ്റ് ശുശ്രൂഷകളിലും വ്യാപൃതമായിരുന്നു. എല്ലാത്തിനും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ കുർബാന പ്രത്യേകിച്ച് ജോൺസൺസിന്റെ പ്രാർത്ഥിക്കാം. അച്ഛൻ ഏറ്റെടുക്കുന്ന എല്ലാ ദൗത്യവും അച്ഛൻ പറയുന്നതായിരിക്കും. എല്ലാം നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ദൈവത്തിന്റെ കൃപ ജോൺസൺസിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുർബാനയ്ക്ക് ശേഷം, ഓഫീസിന് ശേഷം ചെറിയൊരു അനുമോദനം ഒരു ഉണ്ടായിരിക്കും. എല്ലാവരും അതിൻ്റെ ഭാഗമാക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പ്രവേശിക്കാൻ നന്ദി. പ്രിയപ്പെട്ട ഇടവാങ്ങിലെ ഒരു കൃതജ്ഞതയാണെങ്കിൽ നന്ദി കർത്താവിനാണ് ഏറ്റവും ആദ്യം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബലിയിലൂടെ നിങ്ങൾക്ക് ഏവർക്കും വ്യക്തിപരമായിട്ടും ഇടവാങ്ങളുടെ ഓരോ കൂട്ടായ്മയുടെ പേരിലും ഓരോ മിനിസ്ട്രിയുടെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാം. വിശുദ്ധ ബലിയിലൂടെ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ നിയോഗങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മനസ്സിൽ ഓർമ്മയിലും ഒതുക്കിക്കൊണ്ട് ഞാൻ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബലിയിലേക്ക് കൃതജ്ഞതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെന്നും ആദ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്നായ പിതാവേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മാത്രമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വപരിസര തടങ്ങളിൽ അഭയം തേടുവാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ദിവരാസയുടെ പരികരണത്തിനാൽ ബലഹീനരായ ഞങ്ങളെ ശുദ്ധരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ പുതിയ കീർത്തനം പാടുവേൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഭരണം നടത്തുന്ന ഭൂമി ആനന്ദിക്കട്ടെ. ദിവസമോഹങ്ങൾ സന്തോഷിക്കട്ടെ. നീതിയിലും ന്യായത്തിലും അവിടുന്ന് തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുനാമത്തിന് ആദരം നൽകുകയും പരിശുദ്ധാത്മാവിനെ സ്തുതി. ബലിയാലോട് നമ്മുടെ വർദ്ധിച്ചിരിക്കുന്ന നീതിമാന്മാരെ വിളിച്ചുകൊടുക്കും. ആകാശം ദൈവനീതിയെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിധിക്കുന്നവൻ ദൈവമാവുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷങ്ങളുടെ തിരുമാനം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ അവിടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാങ്ങൾ ആറ്റിനെയും സൃഷ്ടാവുന്നു, സകലത്തിനെയും നാഥായ നയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിന്റെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുകയും കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായ നയിക്കാം. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ പരിപാലനം ബലവാനേ പരിപാലനം ആമധ്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രേതനായ
വസിക്കുന്ന പരിശുദ്ധനും സുഖർഹനും ബലവാനാമർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ എന്റെ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന. കർത്താവെ ആശ്രയിച്ചാലും. ദൈവം അനുഗ്രഹിക്കട്ടെ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുൾ ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും കൂടെ ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുൾ ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എന്റെ വില്ലു ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുൾ ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. പരമനവരദം ദൈവമഹത്വത്തെ പാടിപ്പാടുന്നു. ദിക്കുകളെല്ലാം സൃഷ്ടികളാണല്ലോ നാദാസകലേശ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മധ്യകുലത്തിൻ രക്ഷകനാം മിശിഹാതൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുധനം റോഹായും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മധ്യകുലത്തിൻ രക്ഷകനാം മിശിഹാതൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മധ്യകുലത്തിൻ രക്ഷകനാം മിശിഹാതൻ പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ ജീവിതാകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ പുതിയ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ പലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങനെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ഈശോ അനുഗ്രഹിക്കട്ടെ.
നാശത്തിന്റെ പാതയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ സന്ദേശം ഭോഷത്വമാണ്. രക്ഷയുടെ വഴിയിലൂടെ ചരിക്കുന്ന നമുക്കാകട്ടെ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി സാമർഥ്യം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? വേദപണ്ഡിതൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകം അതിന്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ തന്റെ ജ്ഞാനത്തിലൂടെ ദൈവം തിരുമനസ്സായി. യൂതന്മാർ അത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്നു, യവനന്മാരോ വിജ്ഞാനം അന്വേഷിക്കുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ യൂതന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ മിശിഹായെ പ്രസംഗിക്കുന്നു. എങ്കിലും വിളിക്കപ്പെട്ടവർക്ക്, അവർ യൂതരോ യവനരോ ആകട്ടെ, മിശിഹ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരുടെ വിജ്ഞാനത്തെക്കാളും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ശക്തിയെക്കാളും മഹത്തരമാണ്. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ അർത്ഥാവിശ്വസിയാട് വിശുദ്ധ സുവിശേഷം അധ്യായം 24 വാക്യങ്ങൾ 29 മുതൽ 36 വരെ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പെടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തി ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഖല ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവൻ, അതിന്റെ കൊമ്പുകൾ ഇളവാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. മിശിഹായിൽ എത്ര സ്നേഹമുള്ള ഇടവാങ്ങളെ, മാതൃതാക്കളെ, കുഞ്ഞുമക്കളെ,
വചനം നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതാണ്. വചനത്തിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ നമ്മൾ അനുദിനം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിചിന്തനങ്ങൾ നൽകുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് 3 വായനകളെ പറ്റിയുള്ള വിചിന്തനം തരുവാനാണ് ആഗ്രഹിക്കുന്നു. വളരെ സാരാംശമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതാണ് വചനം നമുക്ക് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അധികം ദീർഘിക്കുകയല്ല, ഞാൻ സാരാംശമായിട്ട് പറയാനായിട്ട് പരമാവധി പരിശ്രമിക്കാം. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാം നമ്മൾ എന്തായി തീരണം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം നിങ്ങൾ കാര്യം സുവിശേഷത്തിൽ വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമാണ്. ഇന്ന് അതിൻ്റെ വായനകൾ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. അതിൽ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ആ വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? കേട്ടില്ലേ? വായന കേട്ടില്ലേ? ആരും കേട്ടില്ലേ? ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. അത് നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്ക്, ഒറ്റ വാക്ക്, അതിൽ അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് മറക്കരുത്. ആരും കേട്ടില്ല. വെരി ഗുഡ്. നിങ്ങളേക്ക് ഉടമ്പടിയൊക്കെ എടുക്കുന്നതല്ല, അന്നത്തെ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞുതരാതെ ശ്രദ്ധാപനം കേൾക്കുക. 7 തവണയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ആ വാക്ക് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി എന്ന് പറഞ്ഞു. 7 എന്ന് പറഞ്ഞ ഒരു പൂർത്തീകരണമാണ്. 7 തവണ ഒരു ഉടമ്പടി എടുത്താൽ അത് നടക്കുമെന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ട് ഇന്നത്തെ പുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പുസ്തകത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. കർത്താവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒരു ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല, ഇനി ആപത്ത് ഉണ്ടാവുകയില്ല, ഇനി വിപത്ത് ഉണ്ടാവുകയില്ല, ഇനി നിങ്ങളെ സംരക്ഷിക്കാൻ പോവുകയാണ്. ഇതിൽ കൂടെ ഉടമ്പടി എന്താണ് വേണ്ടത്? അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ അതായത് സ്ഥാപകനാൻ വരുന്നത് വരെ കർത്താവിന്റെ ശബ്ദം എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഉടമ്പടിയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഓർത്തിരിക്കണം. ഞാൻ നിന്റെ ദൈവവും നിങ്ങൾ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനവുമായിരിക്കും. ഇതിൽ കൂടെ സന്തോഷം എന്താ വേണ്ടത്? ഈ ഒരു സന്തോഷമാണ് ഉടമ്പടി. നിങ്ങൾ ഉടമ്പടി വെറുതെ എടുക്കുന്നതായിരിക്കരുത്. എനിക്കറിയാൻ പലരും ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എടുക്കുക. ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ അടിസ്ഥാനത്തിൽ എടുക്കുക. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് യാതൊന്നും വരികയില്ല, ഒരു വിപത്തും വരികയില്ല, ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനവുമായിരിക്കും. അത് എല്ലാ പുസ്തകത്തിലും, പഴയ നിയമത്തിലെ എല്ലാ പുസ്തകത്തിലും ഇത് ആവർത്തിച്ചിട്ടുള്ളത് വളരെ വാസ്തവമാണ്, വളരെ അധികം അനുഗ്രഹപ്രദമാണ്. കർത്താവ് ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിൽ അയച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും വേണ്ട അർഹതപ്പെട്ട അഭിഷേകത്തിന്, അതായത് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് പഴയ നിയമത്തിൽ കണ്ടിരുന്നത്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതായിരുന്നു, ഞാൻ നിങ്ങളുടെ കർത്താവാണ്, തെരഞ്ഞെടുക്കുന്ന ജനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അവരെ സംരക്ഷിക്കുക, അതിനുള്ള കൃപാവനം ഞാൻ തന്നിരിക്കും, അതിനുള്ള കൃപാവനം തന്നിരിക്കും. ഞാൻ ഇത്രയും കാലത്ത് സേവനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത് തന്നെയാണ് എന്റെ മനസ്സിൽ. കർത്താവ് എന്നിൽ മേൽ നിക്ഷേപിച്ചിരുന്ന ഉടമ്പടി ഇതായിരുന്നു, ഞാൻ ദൈവമാണ്, ആ ദൈവം തെരഞ്ഞെടുത്ത ജനം ഞാൻ നിനക്ക് തരുന്നു, അവർ എന്റേതാണ്, നീ അവരെ പരിരക്ഷിക്കുക. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു. ദൈവകൃപയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാണ് ഓരോ അഭിഷിക്തനും ചെയ്യേണ്ടത്. ഓരോ അഭിഷിക്തന്റെ ചുമതല അതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടി ആയിട്ട് നമുക്ക് വ്യാപരിക്കാം എന്നുള്ളത്. ഒരു ഉടമ്പടിയുണ്ട്. ഒരു ഉടമ്പടി എന്ന് വെച്ചാൽ അത് പാലിക്കാനുള്ള കടമയാണ്. അതുപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള ഉടമ്പടി കർത്താവിന്റെ ദൈവത്തിന് മാത്രമാണ്. നമ്മുടെ ഉടമ്പടികൾ ചിലപ്പോൾ നമുക്ക്
പാലിക്കാതെ വരാം, പാലിക്കാൻ പറ്റാതെ വരാം, സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ മാറിയിരിക്കാം. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കർത്താവുമായിട്ട് യോജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ വായനയിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ഉടമ്പടി എടുത്താലും എത്ര നല്ല ഉടമ്പടി ആണെങ്കിലും അത് ഈ വ്യക്തിയിലായിരിക്കും, ഈ വ്യക്തിയോട് ചേർന്നായിരിക്കും. അതായത് ക്രിസ്തുവിനെ ഇതിനോട് ചേർന്നുള്ള ഉടമ്പടിയായിരിക്കും. അല്ലാത്ത ഒരു ഉടമ്പടിയും ശാശ്വതമാണ്. കാരണം വായന ലേഖനത്തിൽ പറയുകയാണ്, ലോകത്തിൽ കാണുന്ന എല്ലാം ഭോഷത്വമാണ്, എല്ലാം നല്ലതൊന്നും ആയിരിക്കില്ല. പക്ഷേ ലോകം കാണുന്നതും ഭോഷത്വമായിട്ടായിരിക്കും ക്രൂശിനെ. പക്ഷേ ആ ക്രൂശിലാണ് നമ്മുടെ രക്ഷ, ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷ, ക്രിസ്തുവാണ് നമ്മുടെ രക്ഷ എന്ന് അസന്നിഗ്ധമായിട്ട് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയാണ്. നമുക്കറിയാം, നമ്മുടെ ധ്യാനികളും അതാണ് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ പറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ഈശോയെ കൂട്ടുപിടിച്ച് ഈശോയുടെ ക്രൂശിനോട് ചേർന്ന് നിന്ന് എത്രയോ പേരെയാണ് മോചനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്, എത്രയോ പേരെയാണ് ബന്ധനത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്, എത്രയോ പേരെയാണ് നല്ലൊരു നവീകരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു നമുക്കറിയാവുന്ന ജനങ്ങളുമാണ്, എല്ലാവർക്കും അറിയാം. വളരെ ഇത് ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് എല്ലാവരെയും കുരിശിലേക്ക് കൊണ്ടുപോകുക. ആ കുരിശിന്റെ ശക്തിയാല് നിങ്ങളെല്ലാവരും അനുഗ്രഹപ്രദമായി തീരുക. അതുകൊണ്ടാണ് ഈ ചിന്തകൾ വരുന്നത്. ദുഃഖവിളിയായിട്ട് അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്ത് മാത്രം ചിന്തിക്കരുത് കുരിശിനെ പറ്റി അല്ലെങ്കിൽ കുരിശിന്റെ വഴിയെ പറ്റി. ഇടയ്ക്കും അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതായത് ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുൻകാലത്തിന്റെ അല്ല ഇപ്പോഴുള്ള, അതായത് ഓരോ അനുദിന ജീവിതത്തില് കുരിശിന്റെ ആ പാഠങ്ങൾ കാണുന്നതാണ്. കാരണം നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. ആ ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധിമുട്ടുകളെ, ക്ലേശങ്ങളെ, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുടുംബം കാണുമ്പോൾ എനിക്കറിയാം എന്തൊക്കെ പ്രതിസന്ധികളാണ്, എന്തെല്ലാം പ്രോബ്ലങ്ങളാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അതിനെല്ലാം പരിഹാരം ഈ ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ തീർത്തും ഇതിന്റെ ജീവിതത്തിലുള്ള സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു കാര്യം പറയാം. അതായത് ഇങ്ങനത്തെ ഈ സാഹചര്യ സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും പതറരുത്, നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം ക്രിസ്തു നമുക്കൊരു നല്ലൊരു ഉപായം നൽകിയിട്ടുണ്ട്. കടന്നു പോവുക. നിങ്ങളുടെ ജീവിതം നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല, ദുഃഖത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതായത് ഇനി ജീവിതം തീർന്നു എന്ന് പറയുന്ന, ഇനി ജീവിതം ഇല്ല, ഇനി എനിക്കൊരു മുമ്പോട്ടൊരു വഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് തീർത്തും. നമുക്കറിയാം, നിങ്ങളെല്ലാവരും ഓരോ പ്രശ്നത്തോടെ കടന്നുപോയ വ്യക്തികളാണ്. നിങ്ങൾ എല്ലാവരും എന്തുമാത്രം പ്രശ്നങ്ങളാണ് കടന്നുപോയത്. പക്ഷെ പതറരുത് പ്രിയപ്പെട്ടവരെ. അതായത് നമുക്ക് വേണ്ടി ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. അത് നമ്മുടെ വിശുദ്ധ ബലിയിലൂടെയാണ്. കർത്താവിന്റെ ശരീരവും രക്തവും നമുക്കായിട്ട് നൽകിക്കൊണ്ട്, ഇതാ എന്റെ ശരീരം എടുത്ത് ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യുമെന്ന് ക്രിസ്തുവാണ് പറയുന്നത്. നമ്മളാരും അതാണ് വിശുദ്ധ കുർബാനയോട് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായിട്ട് തരുന്നു എന്നുള്ളത്. ആ ഭക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിനായ ക്രിസ്തുവിനെ ഓടി ചേർന്നിരിക്കും. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാനല്ല ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നത്. അത് എന്തുകൊണ്ട് പറഞ്ഞു? ആ ക്രിസ്തുവിനെ തീർത്തും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് ഞാനല്ല ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നതെന്ന് വളരെ വളരെ ആത്മാർത്ഥതയോടെ പൗലോസിലേക്ക് പറയാനായിട്ട് സാധിച്ചു. ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരികയാണ്. സുവിശേഷം വളരെ മനോഹരമായ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ്. ദൈവം മനുഷ്യപുത്രൻ, അതായത് ക്രിസ്തു നമ്മുടെ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ ഒത്തിരി അപാകതകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ സംഭവിക്കേണ്ടതാണ്, അത് സംഭവിക്കും. എന്നാൽ ദൈവം നൽകുന്ന ഒരു ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏതും എടുത്തു പറയാൻ വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഇതെല്ലാം സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഞാൻ പറയുന്നതല്ല, സുവിശേഷത്തിൽ പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നതാണ്. എന്നാൽ എല്ലാ ആകാശം ഭൂമി കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വചനത്തെ മുറുകെ പിടിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത വചനത്തിൽ ഞാൻ പോവുകയാണ്.
ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭാവി ജീവിതത്തെ എന്താവും എങ്ങനെയാവും എന്ന് നമ്മൾ ചിന്തിച്ച് ആഗ്രഹരാകരുത്. അതായത് നമുക്ക് ഭാവിയെ കുറിച്ച് ഒരു ഉറപ്പുമില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താവും എന്നുള്ളത് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പിതാവിനല്ലാതെ പുത്രന് പോലുമോ ദൂതന്മാർ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. കർത്താവ് ഇത്രമാത്രം സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അതായത് പിതാവിന് മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകണം. അതായത് ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ആവും, അങ്ങനെയല്ല. അത് ദൈവത്തിന് അറിയാത്തുള്ളൂ. ഇതെല്ലാം ഭൗതികമായിട്ട് ലോകത്തുള്ള കാര്യങ്ങൾ, അത് ലോകത്തിന്റെ കിടപ്പാണ്. അത് ലോകത്തിലേക്ക് നമ്മൾ യാതൊരു കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് ഒരു വാതിൽ തുറന്നു തരും. അതായത് ദൈവത്തിന്റെ വാതിൽ ദൈവത്തിന് മാത്രമേ തുറക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന അന്വേഷിക്കുന്നതിനടുത്തും മുഴുവൻ വചനം ആഴമായിട്ടുണ്ട്. ചോദിച്ചാൽ ദൈവം തരാം. നല്ലൊരു പാട്ടുണ്ടല്ലോ, ചോദിച്ചിട്ട് ആ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ ധ്യാനത്തിലൊക്കെ വരുന്നതാണ്. ആ പാട്ടൊക്കെ എത്ര മനോഹരമാണെന്ന് അറിയാം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ട് അതിന് ആനന്ദം നുകരാനായിട്ട് ശ്രമിക്കുക. അവസാനമായിട്ട് ഇന്നത്തെ വചനത്തിന്റെ അർത്ഥത്തില് യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ വചനം ദൈവമായിരുന്നു, വചനം തന്നെയായിരുന്നു ദൈവവും. എന്നുവരെയും ആ വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് നിലനിൽക്കട്ടെ. ഏതെങ്കിലും ഓരോരുത്തരെയും സമർത്ഥമാക്കാൻ ജയിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രമാണികളെ പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭാതനയരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതിപൂണ്ട് വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ വാദപൂർണനായ നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റഫായേൽ തട്ടിൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ റാൾഡോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിസേവനായി പുരുഷരാത്തോടെ മാനമാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് അങ്ങേതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സ്ഥലത്തിന്റെയും നാഥായ നയിക്കാം. ആശ്രയിക്കണമേ. സഹോദരി നിങ്ങൾ കയ്യൊപ്പിനായി തന്നെ വിളിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ കർത്താവായ സഭയുടെ മേൽ അങ്ങനെ കണ്ണം നിറഞ്ഞ വലം കേന്ദ്രീകരണമേ. ദർശിയും അദർശ്യമായ സാഹചര്യത്തിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങനെ മുമ്പാകെ ശുശ്രൂഷിക്കുക. ഞങ്ങൾ എല്ലാവരെയും അങ്ങനത്തെ ആപുറമിയോടാക്കണം. ഞങ്ങളെല്ലാവരും ഒന്നേർന്ന ഞങ്ങളെ അങ്ങുമായി ബന്ധപ്പെടുത്തുന്ന നീതി പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോദ്യതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവേശ്വരായ നയിക്കാം. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാമറിയട്ടെ. നീതിമാനായ മാരോസഫിനെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. വിജയപരിച്ച നീതിമാന്മാരുടെയും മകളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസ്മാരും മേജറാർച്ചുമാരും മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ഈ ബലി നമുക്ക് സഹായത്തിനും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കടങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ അഭിഷിക്തന്റെ ശുശ്രൂഷകളാകുവാൻ എളിയവരും പാപികളുമാകുന്ന ഞങ്ങളെ കാലത്താൽ യോഗ്യരാക്കി
അങ്ങ് നൽകിയ കാരണത്തെ സ്നേഹത്തോടെ ഒറ്റ വിശ്വാസത്തോടെ പരികരം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് ദൈവമാനം ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും സഹോദരി വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവിൻ കൃപയും ദേവപിതാവിൻ സ്നേഹമാദം റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. എന്നോട് ഞങ്ങൾ ആദ്യമായുള്ള സ്ഥലത്തേക്ക് സൃഷ്ടിക്കുകയും മനുഷ്യമാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളും മഹോന്നതൻ അങ്ങേക്കും ആരാധിക്കുന്നു. അഭിമാന്മാരെ അരിപുടമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാമം പ്രകടിപ്പിക്കുന്നു. പരിശുദ്ധന്മാരുകളുമായ അഭിമാനം സ്വാഭ്യമാനം ചേർന്ന് നാഥനാങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ
എന്റെ സഹോദരരെ കുർബാനയോട് പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ സ്വർഗീയങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടയവരം ബലഹീനരമാകലമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദർശനങ്ങളെല്ലാം പപ്പെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാഭിലാഭങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതാ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആശ്രയമെടുത്ത് കൃതദാസ്വത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതാ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. നന്ദി പ്രകാശിപ്പിക്കുവാൻ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനസ്സ് സ്വഭാവം സ്വീകരിക്കുകയും അതമ്പതിക്കുവാൻ ഞങ്ങളെ സുഖിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി ഞങ്ങൾ സമർത്ഥമാനുഗ്രഹത്താൽ മതമണിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നീക്കിയ സ്തുതിയും ബഹുമാനങ്ങളും നിന്റെയും ആരാധനയും സമർപ്പിക്കുന്നു. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവന്മാർ തട്ടയിൽ ഞങ്ങളെ വേണ്ടിയും എല്ലാ മുദ്രാമാർക്കും പ്രവചനമാർ സംസാരമാർ സമർപ്പിതാൽമാർ പ്രേക്ഷകർ മേലധികാരികൾ മതപിതാക്കൾ സഹോദരങ്ങളുടെ മുദ്രാദികൾ സ്നേഹിതർ എന്നിവർക്കും ഇഷ്ടത്തോലിക്കാസമ്മേളനു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷിയുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയെ പ്രതിമാരും വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദുഃഖിതരം ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞും എല്ലാം മരിച്ചവർക്കും ഇന്നത്തെ കുർബാനയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ആവശ്യങ്ങൾക്ക് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശകളും കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ആചരണത്തിന്റെ മാതാവാക്കിയ നീതിമാന്മാർ വിശുദ്ധന്മാരും
ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് കാലത്തിലാവാനും അങ്ങനെ പ്രിയപ്പെട്ടനായ എല്ലാവരും പറയട്ടെ. ഞങ്ങളുടെ ദൈവമാനുഷ്യാവുന്ന ജീവിതാത്മാ ശിക്ഷകളും വഴി വിശുദ്ധമാവിൻ സജീവവും ജീവിതാത്മാരെ ആൾക്കാർ തരും. പരിശുദ്ധാത്മയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വിശുദ്ധയും ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാം വിശുദ്ധമായിട്ട് ഞങ്ങളുടെ നാഗനേഷണമായ സംശയത്തിന്റെയും മരണത്തിനെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും മാന്യവും പരിശുദ്ധവും ജീവിതാത്മ ദേവിയുമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദ്യപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രത്യേകം പാപങ്ങളുടെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷിക്കുന്ന സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അംഗീകരിക്കുകയും സജീവവും പരിശുദ്ധവും ജീവിതാത്മാക്കളുടെ നാമത്തിനും സുദീപ ബഹുമാനങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൃപയ്ക്ക് തോന്നോട് ഞങ്ങൾ തീർത്ഥമായി യോഗ്യരാകുന്നു. പരിശുദ്ധവും ജീവിതത്തിലേക്ക് അങ്ങയുടെ അനന്തകാരുണ്യം ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരും കഴിക്കുകയില്ല. പ്രത്യേക പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുക. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭയഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഒഴിവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ഹൃദയം വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ക്രിസ്തു കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിൽ
ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ക്ഷമിക്കണമേ. മഹോന്നതമാകിയ സ്വർഗരാജ്യത്തിൽ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ കാര്യപുറം അങ്ങ് നൽകിയ മനോഹരവാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നമ്മുടെ നിഷ്കളങ്കരമായി അറിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്ന സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലാപനത്തിൽ വീടാകരുതേ. ദുഷ്ടാരീപിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സ്വർഗത്തിനും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേതാകുന്നു, ഇപ്പോഴും എപ്പോഴും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ കാലം സമ്പൂർണ്ണമാകട്ടെ. സഹോദരേ, പാപങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യുന്ന ഈ രഹസ്യത്തിൽ പങ്കുകാരാകുവിൻ. ഇത് ജീവൻ മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. അർഹതയുള്ളവൻ ഇത് എല്ലാ നന്മകളാലും നൽകുന്നു. നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മല ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാനയുടെ സ്വാഭാവികമായ പ്രത്യേകത കാരണവും ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിലുള്ള വിശ്വാസം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലും വിശുദ്ധ കുർബാന കത്തോലിക്കർക്ക് മാത്രമുള്ളതാണ്. അതിനാൽ കത്തോലിക്കർ അല്ലാത്തവർ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മുന്നോട്ട് വരരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. Due to the nature of Holy Communion and because it involves belief in Jesus as the Son of God, Holy Communion is only for Catholics. Persons of other faiths are requested not to come forward for Holy Communion.
മനുഷ്യവാദത്തിന്റെ ശരീരവും പാനം ചെയ്തതിന്റെ ശാരീരിക ആത്മാവ് കടങ്ങൾ പ്രതിക്കും പാപങ്ങളും വന്നിരുത്തുന്ന അങ്ങനെ സന്നിധി
പറഞ്ഞതൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഈ സാധനങ്ങളെല്ലാം പുണ്യബലിയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നന്ദിയുടെ നല്ല രൂപം അറിയുകയാണ്. കർത്താവ് നൽകിയിട്ടുള്ള നിരവധിയായ ജനങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് അവർക്കും പ്രാർത്ഥനയിൽ ഓർക്കുക. ദയവായിട്ട് വരുന്ന ജോലികൾ ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണ് പോകുന്നത്. ബുധനാഴ്ച രാവിലെ അവിടെ എത്തും. അതിനോട് തന്നെ എൻ്റെ ജോലികൾ ആരംഭിക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. കാരണം ഞാൻ പുതിയ ജോലി എടുക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഞങ്ങളുടെ ഇതുപോലത്തെ കുർബാനകളും മറ്റു കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടുണ്ടാകില്ല. ഞായറാഴ്ച മാത്രമായിരിക്കും ഒരു പ്രധാന കുർബാന ചെയ്യാനായിട്ട് അവസരം. ബാക്കി ദിവസങ്ങളൊന്നും ഉണ്ടാവാതെ കുർബാനയായിരിക്കും. ഞാൻ ക്ലോസ് ചെയ്യുന്നത് പോകുന്നത് ഹെഡ് ഓഫീസിലേക്ക് ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഡൽഹിയിൽ ക്ലോസിൽ ഉത്തരവാദിത്തങ്ങൾ നിരവധിയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിശ്ചിതമായിട്ട് ആത്മാർത്ഥതയോടും സമർപ്പണ ഭാവത്തോടുകൂടി മരണത്തോട് നിർവഹിക്കുന്ന വ്യക്തി സർവശക്തനായ നമ്മൾ പ്രാർത്ഥിക്കുക. വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. എൻ്റയർ സർവീസിൻ്റെ കാര്യങ്ങളും അതുപോലെ അവിടെ വരുന്നവരുടെ കാര്യങ്ങളും നമുക്കുണ്ട്. നമ്മളല്ലോ ഇതുപോലത്തെ ഒരു സാഹചര്യമല്ല. ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട് കാണുമ്പോൾ. കാരണം വിശ്വാസ സമൂഹത്തിന് വേണ്ടി വിസ്തുതി അർപ്പിക്കുക എന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൈവീയമായിട്ടുള്ള ഒരു അഭിഷേകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം. ബഹുമാനപ്പെട്ട ദേശനച്ഛൻ്റെ കാലങ്ങളിൽ സംരക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളർത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലമെങ്കിലും ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചത് എന്നോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയാണ് മാത്രമാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയിലാണ് എന്നുള്ള വാക്യം എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇന്ന് വരെ ഞാൻ മനസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ 9 വർഷക്കാലം ഞാനിവിടെ ആയിരിക്കാൻ വായിക്കുവാനെന്ന് പറയുന്നത് വലിയൊരു സമയം തന്നെയാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾക്ക് 3 അല്ലെങ്കിൽ 6 വർഷമാണ് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ടുവരെ നമുക്കറിയാം മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആരംഭിക്കുകയുണ്ടായി. പറയാനുള്ളത് ഇതാണ്: വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം അഭിഷേകം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതായത് ഞങ്ങൾ മറ്റൊന്നുമില്ല, നിങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിവൃദ്ധി ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ദൈവപുത്രാൻ ഞങ്ങളിലൂടെ വലിയവരായി ഞങ്ങളിലൂടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥിരമുള്ള പ്രമാണത്ര മനോഹരമാണ്. എത്ര തവണയാണ് നമ്മൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ഈ വിസ്തുതയായി വലിയൊരു ഭാവികളുമായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. 4 തവണയാണ്. അത് വലിയൊരു കാര്യമാണ്. അതായത് അത്രമാത്രം എളുപ്പപ്പെട്ടുകൊണ്ടാണ് ഈ വിസ്തുതയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത്. മറ്റുള്ള പ്രസംഗത്തിലേക്കുള്ള വരുന്ന 17 വാക്കുകൾ മാത്രമേ ഉള്ളൂ. ചെറുനാഗ കമ്മ്യൂണിറ്റിയോട് അതിയായ വകുപ്പുണ്ട്. അതിനെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എനിക്ക് ജോർജിൻ്റെ എന്തും എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ജോർജിനുണ്ട്. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്തും തുറന്നു പറയണം. ഇത്രയും കാലം നിന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗാണ്. അതായത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അച്ഛൻ അല്ലെങ്കിൽ കാരണം 9-10 വർഷക്കാലം ഇവിടെ കാണുന്നതാണ്. ഔട്ട് ഇവിടെ വന്ന് ശുശ്രൂഷയിൽ സഹായിക്കാൻ മറ്റുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ദയവായിട്ട് നന്ദി. എനിക്ക് അവർക്ക്
അതുപോലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്ക് പാരിഷ് കൗൺസിലായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ മലയാള കമ്മീഷന്റെ കോർഡിനേറ്റേഴ്സാണ് കടന്നു വന്നവർക്ക് നന്ദി. എല്ലാവരുടെ പേരുകൾ പറയുന്നില്ല. ഇപ്പോഴുള്ള വ്യക്തികളെ ഞാൻ പ്രത്യേകം പറയണം. അവരുടെ ചുമതലയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അവർ വളരെ മനോഹരമായിട്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ചെറുമല കമ്മ്യൂണിറ്റിയെ നേതൃത്വം കൊടുക്കുന്നു. കഴിവുള്ളത് ഡെന്നീസാണ്. മൂന്നാമത്തെ ഒരാൾ കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരാൾ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് കൂടി അതിൻ്റെ പേര് കൂടി ഞാൻ അവസരത്തിൽ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജേസിനോടുകൂടി ജേസിനോട് പറഞ്ഞിട്ടുണ്ട്, ജേസിനോട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്ക് ഓരോ റീത്തിനും 3 പേരാണ്. അത് ആ 3 പേരാണ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് നമുക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ജോസ്റ്റോയിലായിട്ട് പിന്നെ ഡെന്നീസ്, ജോസഫ്, വില്യമുള്ള അതായത് നിങ്ങളെല്ലാവരും അതിലേക്ക് ബന്ധപ്പെടുത്തിയാണ് 3ാമത്തെ അംഗമാണ് സുഖമായിട്ട് ഇന്ന് മുതൽ ചാർജ് എടുക്കുന്നതായിട്ട്. സൂചിപ്പിക്കുന്നു. ബിജു ആന്റണി, അലക്സ്, ചെറുമാലക്കര പ്രദേശത്ത് പ്രവർത്തകർക്ക് ഷാലു, വർഗീസ്, ജോൺ അങ്ങനെയാണ്. പിന്നെ മലബാർ കാറ്റഗിസത്തിൻ്റെ ഇൻചാർജ് ഷിജുലേക്ക്. ഇതാണ് നമ്മുടെ നേതൃത്വ പാഠത്തിലുള്ള വ്യക്തികൾ. നമ്മുടെ അറിവിലേക്ക് പറയുന്നത് ഇവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ നയിക്കേണ്ടത്. വേറെ കാര്യങ്ങളിൽ പറയാനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടാവുന്നത് എപ്പോഴും ഓർത്തിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കാര്യം എന്താണ്, ശിവസാറ് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കുർബാനയ്ക്ക് പഠിച്ച് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കിട്ടുമില്ല, എനിക്കറിയത്തില്ല, കാരണം ചോദിച്ച് നോക്കിയോ കിട്ടിയാൽ നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യ സന്ദർഭവും ഇവിടുത്തെ സന്ദർഭവും വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപയുടെ പ്രാർത്ഥിച്ചായിരിക്കും പോയത്. എന്നിരുന്നാലും കുട്ടികൾക്ക് വേണ്ടി, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾ മാത്രമുള്ള ഒരു കുർബാന, അതായത് ഹാരീസില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഹാരീസത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 23-ാം തീയതി വൈകുന്നേരം 7:15 കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കുർബാന വലിയ സന്തോഷമാണ്. കാരണം കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഇനിയൊരു കൂട്ടായ്മയിൽ, അതായത് കുട്ടികൾ മാത്രമാണ്, കുട്ടികളാണ് എൻ്റെ ചങ്ക, അവരാണ് എൻ്റെ ജീവിതം. അവിടെ കാണുമ്പോൾ എനിക്ക് ഹൃദയം സന്തോഷിക്കുന്നു. എനിക്ക് അത്രമാത്രം സ്നേഹമുണ്ടാകും. കാരണം നാളത്തെ വിശ്വാസി സമൂഹമാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ടാണ് ഞാൻ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നത്. കാരണം നാളത്തെ വിശ്വാസ സമൂഹം വാർത്തെടുക്കേണ്ടതായി അടിത്തറമാകേണ്ടത് ഇപ്പോഴാണ്. 12, 15, 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് പ്രായം ചെയ്തപ്പോൾ കഴിഞ്ഞ് നിൽക്കുകയല്ല, ഒരടിത്തറ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ വിത്ത് പാടണം. ഇപ്പോൾ ആ വിത്ത് പാകി കഴിഞ്ഞാൽ എന്തെങ്കിലും മൊത്തം നമ്മൾ മുളച്ചു വരും, എന്നെങ്കിലും അത് തളർത്തു വരും, എന്നെങ്കിലും അതിൻ്റെ കുട്ടികൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ, നന്ദി. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം, മക്കൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പോലാണ് നമ്മൾ ചെയ്യുന്നത്. വന്നേലും പ്രാർത്ഥിച്ച ഒത്തിരി നന്ദി. ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ഇതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. മറന്നിട്ടുന്നില്ല. ഓരോരുത്തരും എനിക്കായിട്ട് എന്താണ് ഇത്രമാത്രം ഓർമ്മശക്തി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് പോകും. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. അതാണ് മാത്രം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. സമാധാനം. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി.
കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് എന്ന് പറയുന്നു. ദിവരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മോർത്തപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും നൽകുന്നതായി ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ജീവരാശികൾ വഴി അങ്ങയുടെ മഹത്വം പ്രവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ആ കൃപ നൽകി. സ്ഥലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യസംഭാവത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിനെയും നാഥായ നയിക്കാം. സ്തുതികൾക്കും പരിശുദ്ധവും ജീവിതായകവും ആശ്ചര്യങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കാരാക്കിയ കർത്താവ് സഭയിൽ നിന്നും വാഴ്ത്തപ്പെടുവാനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുത്തെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജ്ജമാരാണ് നിങ്ങൾ എല്ലാവരും മുസ്ലിതരും എല്ലാ അവധികളും വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. നമ്മുടെ ആവശ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സുവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കാം. ക്രിസ്തുവിന്റെ പേരിൽ സ്വസ്തി. ലോകരക്ഷകനായ യേശു, വൈദികരുടെ നിയമറിയമേ, വിശുദ്ധ ജോൺ മരിയ വിയാനി, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കരുണയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയെ ആശ്രയിപ്പിക്കണമേ. ജീവന്റെ മരണത്തിനെ നാമം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഞാൻ പ്രകൃതിക്കും മഹിമയോടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നടത്തണമേ. നല്ല വരത്ത് വലവാകേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ദാനം രക്ഷയും നൽകുന്നു. ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവം ദിവ്യ ശരീരവും മറുപോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരൊന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിൻ സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിളിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. നിങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ ഹൃദയത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവനെയും മരണത്തിലെയും നാമനം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആകാശത്തിലും ഭൂമിയിലും സുദർശനാഥൻ ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിനെ പ്രത്യാശിനിയാവുന്ന ജീവന്റെയും മരണത്തിലെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ
തിരുസന്നിധിയിൽ വിശ്വാസമോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ പൂർവന്മാരാം നോഹ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് മഹിദാസേതൻ പരിപാവനമാം ബലികൾ പോലെ വിശ്വാസമോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ നവസന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ വിശ്വാസമോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു പാപമോചനമല്ലോ പ്രതീക്ഷ വാഗ്ദാനത്തിലാവുന്നു കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലുകൾ താവനെ കാത്തിരിക്കുന്നു രക്ഷയുടെ മക്കളാവുന്നു പരിശുദ്ധാത്മാനും സുധേ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടി. സജീവം ജീവദായകമായ ശക്തമണിയമാനികളെയും നിന്റെ വലതുഭാഗം പാപങ്ങൾ പുറത്തുനിന്നാണ് നീതിമാനായ ജീവന്റെ മരണത്തിനെ നാടിനും പിതാമുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരം മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ പരിപാലിക്കണമേ, ഉദ്ധാന പ്രദേശമാണ് മണിഞ്ഞോടെ മൈമയോടെ ഏൽപ്പിക്കണമേ, ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാമുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സനത്തിനെ നാഥനം ദേവമാനുഷ്യാത്തോളം ദൈവദൂതന്മാരുടെ മടിയോടും കുടവാനും പ്രത്യക്ഷമാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരാകപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭാരമാകുന്ന ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജോൺസൺസിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ വിവിധ മിനിസ്ട്രികൾ അവർക്ക് അവസാനമായി അച്ഛനെ നന്ദിയുടെ ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഡിഫറെന്റ് മിനിസ്ട്രീസിനെ വിളിക്കാം, അതിലെല്ലാ അംഗങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരുമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ആദ്യം ലെക്ടേഴ്സ് മിനിസ്ട്രി, ജോസഫ് കനകൻ നേതൃത്വം കൊടുക്കുന്ന ലെക്ടേഴ്സ് മിനിസ്ട്രി സീറോ മലബാർ മാത്രമല്ല ലാറ്റിൻ മലങ്കര രീതികളിൽപ്പെട്ട ആരെങ്കിലും ലെക്ടേഴ്സ് മിനിസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അവർക്കും മുന്നോട്ട് കടന്നു വരാവുന്നതാണ്. ലെക്ടേഴ്സ് ആയിട്ടുള്ളവരെ കുട്ടികളും ലെക്ടേഴ്സായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന കുട്ടികളും മുന്നോട്ട് കടന്നു വരുന്നവണ്ണം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കുട്ടികളടക്കം ലെക്ടേഴ്സ് മിനിസ്ട്രിയില്ല, എല്ലാവരും മുന്നോട്ട് വരണം. മുന്നോട്ട് വരും എല്ലാവരുടെയും വരും, ഒരുമിച്ചൊന്നുണ്ട്. ലെക്ടേഴ്സ് മിനിസ്ട്രിയിലെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, കുട്ടികളടക്കം. പ്രവർത്തിക്കുന്നുള്ളൂ. എല്ലാവരും കടന്നു വന്നോടെ ഒന്ന് വെയിറ്റ് ചെയ്യും. എല്ലാവരായോ? ഓക്കെ. അടുത്ത യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് ആണ്. രാജീവ് ജോൺ നേതൃത്വം കൊടുക്കുന്ന യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ്.
താങ്ക് യു. വേറെ ഇതിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. ആരെങ്കിലും ഇതിൽപ്പെട്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അടുത്തത് ആഷേഴ്സ് മിനിസ്റ്ററിയാണ്. എല്ലാവരും പെട്ടെന്ന് വരും മുന്നോട്ട്. ആഷേഴ്സ് മിനിസ്റ്ററിൽപ്പെട്ട എല്ലാവരും മുന്നോട്ട് വരും. പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ഇത് കഴിഞ്ഞാൽ സെന്റ് തെരേസ കോയറാണ്. അവരും മുന്നോട്ട് വന്ന് തയ്യാറായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഷേഴ്സ് മിനിസ്ട്രി വിൻസെന്റ് ആലപ്പാട് നേതൃത്വം കൊടുക്കുന്ന ആഷേഴ്സ് മിനിസ്ട്രി. സെന്റ് തെരേസ കോയർ മുന്നോട്ട് കടന്നു വരണം. ഗ്ലിൻഡിസ് നേതൃത്വം കൊടുക്കുന്ന സെന്റ് തെരേസ കോയർ സീറോ മലബാർ കോയറാണ്. അതിനുശേഷം സെന്റ് അൽഫോൺസ കുട്ടികളുടെ കോയർ. കുട്ടികൾ അൽഫോൺസ കോയറിലെ കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് തയ്യാറായി നിൽക്കണം. ടീച്ചോ സെന്റ് തെരേസ കോയർ ഗ്ലിൻഡിസ് നേതൃത്വം കൊടുക്കുന്ന സെന്റ് തെരേസ് സീറോ മലബാർ കോയറാണ് നന്ദി അർപ്പിക്കാനായി വന്നിട്ടുള്ളത്. അടുത്തത് സെന്റ് അൽഫോൺസ കോയർ ടിജോ നേതൃത്വം കൊടുക്കുന്ന സെന്റ് അൽഫോൺസ കുട്ടികളുടെ കോയറാണ്. എല്ലാവരും മുന്നോട്ട് വരണം. പീറ്റോ തോമസ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. കുട്ടികളെല്ലാവരും അപ്പുറത്തേക്ക് കുറച്ചുപേർ അപ്പുറത്ത് നോക്കൂ. ബാക്കിയുള്ളവരും കുറച്ചുപേരും ഇങ്ങോട്ട് കയറിയുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരും. ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കടന്നു വരും. കുറച്ചുപേര് കയറി നിന്നു. സ്റ്റെപ്പിലേക്ക് കയറുന്നോളൂ. അടുത്ത ഓൾഡർ ബോയ്സ് ആണ് സഞ്ജു. അച്ഛൻ്റെ നേതൃത്വത്തിൽ അൽഫോൺസ കോയർ ഒരുപാട് കുട്ടികൾക്ക് ഈ ഇടയായിട്ട് മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. 30ഓളം കുട്ടികൾ ഇപ്പോൾ സെന്റ് അൽഫോൺസ കോയറിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. അച്ഛൻ അവർക്ക് എന്നും പ്രചോദനമായിരുന്നു. ഓരോ പ്രാക്ടീസ് വെള്ളിയാഴ്ച നടക്കുമ്പോഴും അച്ഛൻ അവിടെ വന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അച്ഛൻ വരാറുണ്ട് അവർക്ക് വേണ്ടി. താങ്ക് യു. അടുത്തായിട്ട് ഓൾട്ടർ ബോയ്സ് ആണ്. സഞ്ജു ഫ്രാൻസിസ് നേതൃത്വം കൊടുക്കുന്ന ഓൾട്ടർ ബോയ്സ് ടീം. ഓൾട്ടർ ബോയ്സ് കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം. ഓൾട്ടർ ബോയ്സ് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും മുന്നോട്ട് കടന്നു വരണം. ഓൾട്ടർ ബോയ്സ് Thank you.
ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ മറ്റേ അച്ഛനെ കോട്ടയാടി വിളിച്ച് കാണാവുന്നതാണ്. അതുപോലെ അച്ഛൻ ചൊവ്വാഴ്ചയായിരിക്കും പോവുക. വൈകിട്ട് മുന്നോടിയായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാം. അച്ഛൻ ഫ്രീ ആണെങ്കിൽ വിളിച്ച് വേണം വരാനായിട്ട്. അച്ഛൻ ദിവസം ബിസി ആയിരിക്കും. താങ്ക് യു. എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ കൂടി നിങ്ങൾക്ക് അവർക്ക് നന്ദി. ഓരോ നമ്മുടെ ഇടവകയിൽ വളരെ കാര്യക്ഷമതയോടുകൂടെ അർപ്പണ മനോഭാവത്തോടുകൂടെ, അതായത് ത്യാഗമനോഭാവത്തോടുകൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവരെല്ലാവരും വിജയമായിട്ട് അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഓരോ ശുശ്രൂഷയും വളരെ ഭംഗിയായി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോ മിനിസ്ട്രിയും അതിനുള്ള താല്പര്യം എടുത്ത് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഓരോ മിനിസ്ട്രിയും നിങ്ങളായിരിക്കുന്നത് അത് ദൈവം നിങ്ങളെ നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഓരോ മിനിസ്ട്രിയിലുള്ളവർ, എല്ലാ മിനിസ്ട്രിയിലും പല മിനിസ്ട്രിയിലുണ്ട്, എല്ലാ മിനിസ്ട്രിയിലും ഉള്ളവർ പ്രത്യേകം നോക്കുക. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത് ആ മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ മിനിസ്ട്രി എന്ന് സേവനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കടമയെ നിങ്ങൾക്ക് ഏർപ്പെടുന്നു. നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും സഹായത്തിനും സഹകരണത്തിനും സ്നേഹവാത്സല്യത്തിനും ഒത്തിരി നന്ദി. ഇതെല്ലാം സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സഹോദരത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് കടന്നു വരുന്നതാണ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത പാരിഷ്കോട് സംഘങ്ങൾ ദയവായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിവരണമുണ്ട്, അതും അതിന് തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് നന്ദി പറയുകയാണ്. എപ്പോഴും പ്രാർത്ഥനകളായിരിക്കാം. പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ മേഘത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ പനിമതി പോലെ മനസ്സിൽ